നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇതൊരു വല്ലാത്ത കഥയാണ്. പരിയാരം കൈതപ്പുറത്ത് ഓട്ടോറിക്ഷ ഡ്രൈവർ കെ രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ച സംഭവം. ഈ കേസിൽ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരുടെ പങ്ക് പോലീസ് ശാസ്ത്രീയ പരിശോധനയിലൂടെയാണ് പുറത്തു കൊണ്ടുവന്നത്. രാധാകൃഷ്ണനെ കൊല്ലുമെന്ന് മിനിയെ നേരത്തെ തന്നെ സന്തോഷ് അറിയിച്ചിരുന്നു. പലതവണ ഇത് സംബന്ധിച്ച ആശയം ഇരുവരും തമ്മിൽ ചർച്ച ചെയ്തു. രാഷ്ട്രീയ പ്രവർത്തക, പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി നിൽക്കുന്ന മിനി നമ്പ്യാർ റീൽസ് റാണി എന്നൊക്കെയാണ് നാട്ടിൽ അറിയപ്പെടുന്നത്. മിനി നമ്പ്യാരുടെ മറ്റൊരു മുഖമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് കേവലം അവിഹിതത്തിന്റെ മാത്രമൊരു കഥയല്ല. കൊലപാതകം നടന്ന മാർച്ച് 20 മിനി നമ്പ്യാരും സന്തോഷും തമ്മിലുള്ള മൊബൈൽ ഫോൺ സന്ദേശങ്ങളും മൊബൈൽ ഫോൺ സംഭാഷണത്തിന്റെ ദൈർഘ്യവുമൊക്കെ പോലീസ് പരിശോധിച്ചു. ഇതിൽ നിന്നാണ് മിനി നമ്പ്യാർക്ക് കൊലപാതകത്തിൽ പങ്കുണ്ട് എന്ന സംശയത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. പിന്നീടുള്ള പരിശോധനയിൽ ഏകദേശം 3000-ലധികം ടെലിഫോൺ കോളുകൾ. സന്തോഷും മിനിയും തമ്മിലുള്ളത് ചെറിയ ബന്ധമല്ല എന്ന് പോലീസ് മനസ്സിലാക്കി. സന്തോഷും മിനി നമ്പ്യാരും തമ്മിലുള്ള അടുപ്പം പലതവണ രാധാകൃഷ്ണൻ ചോദ്യം ചെയ്തിരുന്നു. ഭർത്താവുമൊത്തുള്ള നിരവധി റീൽസുകളാണ് മിനി നമ്പ്യാർ സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിട്ടുള്ളത്. തൻ്റെ ഭർത്താവിനെ അത്രമേൽ സ്നേഹിക്കുന്ന ഭാര്യ, അതായിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ മിനി നമ്പ്യാരുടെ ഇമേജ്. കൊലപാതകം നടന്ന ദിവസവും മിനി നമ്പ്യാരെ സന്തോഷമായുള്ള ബന്ധത്തിന്റെ പേരിൽ രാധാകൃഷ്ണൻ ശകാരിച്ചിരുന്നു. അതിന് 2 ദിവസങ്ങൾക്ക് മുൻപ് മിനി നമ്പ്യാരെ ഇതേ പേരിൽ രാധാകൃഷ്ണൻ മർദ്ദിച്ചിരുന്നു. ഈ അവസരങ്ങളിലൊക്കെ സന്തോഷിനെ മിനി നമ്പ്യാർ വിളിക്കും. ഒടുവിൽ ഇരുവരും ചേർന്ന് രാധാകൃഷ്ണനെ കൊലപ്പെടുത്താനുള്ള തീരുമാനമെടുക്കുന്നു. ഇനിയാണ് ഈ സംഭവത്തിൻ്റെ മഹാക്രൂരത. രാധാകൃഷ്ണനോടൊപ്പം മകനുണ്ട് എന്ന് മനസ്സിലാക്കിയ മിനി നമ്പ്യാർ മകനെ നിരന്തരം വിളിക്കുന്നു. അച്ഛൻ എവിടെ എന്ന് ചോദിക്കുന്നു. ഒടുവിൽ പണി നടക്കുന്ന വീട്ടിൽ രാധാകൃഷ്ണൻ എത്തി എന്ന വിവരം മകനിൽ നിന്നാണ് മിനി നമ്പ്യാർ മനസ്സിലാക്കിയത്. ഉടൻ തന്നെ സന്തോഷിനെ വിവരമറിയിച്ചു. കൊലപാതകത്തിനുള്ള മാസ്റ്റർ പ്ലാൻ അത് മിനി നമ്പ്യാർ തയ്യാറാക്കി. മിനി നമ്പ്യാരുടെ അമ്മ താമസിക്കുന്ന വീട്ടിൽ അതേ അവസരത്തിൽ മിനി നമ്പ്യാരും എത്തി. കൊലപാതകം നടക്കുന്ന വീട്ടിൽ നിന്ന് വെടിയൊച്ച കേൾക്കുമ്പോൾ മിനി നമ്പ്യാർ അനങ്ങാതെ വീട്ടിലിരുന്നു. മകൻ്റെ നിലവിളി നാട്ടുകാരെ വിളിച്ചുകൂട്ടി. അച്ഛനുമായി ആശുപത്രിയിലേക്ക് പായുന്ന മകൻ. അവിടെ മിനി നമ്പ്യാർ തിരിഞ്ഞു നോക്കിയില്ല. ഇതൊക്കെ പോലീസിന് തുടക്കം മുതൽ വലിയ സംശയങ്ങളായി. കൊലപാതകത്തിന് മുൻപും കൊലപാതകത്തിന് ശേഷവും സന്തോഷുമായി മൊബൈൽ ഫോണിൽ മിനി നമ്പ്യാർ ബന്ധപ്പെടുന്നു. കൊലപാതകത്തിന് ശേഷം ഇരുവരും ചില ആഘോഷ സന്തോഷ പ്രകടനങ്ങൾ നടത്തി എന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. ഇതും മിനി നമ്പ്യാരുടെ പങ്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ ഇടവരുത്തി. കോളേജിലെ സഹപാഠികളായിരുന്നു തങ്ങളെന്നാണ് രാധാകൃഷ്ണനോടും വീട്ടുകാരോടുമൊക്കെ മിനി നമ്പ്യാർ സന്തോഷിനെക്കുറിച്ച് പറഞ്ഞത്. എന്നാൽ ഇത് പച്ചക്കള്ളമായിരുന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് തെളിയിച്ചിരിക്കുന്നത്. സമൂഹ മാധ്യമത്തിൽ സന്തോഷ് ഒരു പോസ്റ്റ് ഇടുന്നു. ഈ പോസ്റ്റിന് മിനി നമ്പ്യാരുടെ വക ഒരു ലൈക്ക്. അതും വർഷങ്ങൾക്ക് മുൻപ്. പിന്നീട് ഇരുവരും തമ്മിൽ വലിയ സൗഹൃദത്തിലായി. ഈ വിവരം വീട്ടുകാരോ നാട്ടുകാരോ മനസ്സിലാക്കിയിരുന്നില്ല. ഇതിനിടയിലാണ് ഒരു സഹപാഠി കഥയുമായി മിനി നമ്പ്യാർ കളത്തിലിറങ്ങിയത്. ഒപ്പം സന്തോഷുമായി കൈകോർത്ത് നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ അങ്ങ് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അമ്മയ്ക്ക് വേണ്ടി പണി കഴിപ്പിക്കുന്ന വീടിൻ്റെ സഹായിയായി സന്തോഷിനെ വിളിപ്പിച്ചു വരുത്തി. ഒരൊറ്റ ലക്ഷ്യം മാത്രമായിരുന്നു മിനി നമ്പ്യാരുടെ മനസ്സിൽ, സന്തോഷമായൊത്തുള്ള നിമിഷങ്ങൾ. ഭർത്താവ് രാധാകൃഷ്ണനോട് സഹപാഠി ബന്ധക്കഥ പറഞ്ഞുകൊണ്ടാണ് സന്തോഷിനെ വീട് നിർമ്മാണത്തിൽ സഹായിയായി മിനി നമ്പ്യാർ വിളിപ്പിച്ചു വരുത്തിയത്. ഇരുവരും തമ്മിൽ ഒരുമിച്ച് പഠിച്ചിട്ടില്ല എന്നാണ് പോലീസ് തന്നെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. രണ്ടുപേരുടെയും പ്രായം പരിശോധിച്ചപ്പോൾ ഇക്കാര്യത്തിൽ പോലീസിന് ചില സംശയങ്ങളുമുണ്ടായി. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ചെറുകുന്ന് ഡിവിഷനിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വേണ്ടി ഞാനും ജനവിധി തേടുന്നു. നിങ്ങളുടെ സപ്പോർട്ടും അനുഗ്രഹവും ഉണ്ടാകുമല്ലോ. കൈതപ്പുറത്തെ കെ രാധാകൃഷ്ണനെ വെടിവെച്ച് കൊന്ന കേസിൽ പിടിയിലായ ഭാര്യ മിനി നമ്പ്യാരുടെ ഫേസ്ബുക്ക് പേജിലുള്ള ഈ പ്രധാന പോസ്റ്റ് ഇപ്പോൾ വൈറലാണ്. BJPയുടെ സജീവ പ്രവർത്തകയായിരുന്നു മിനി നമ്പ്യാർ. ഒരുപാട് നേതാക്കൾക്കൊപ്പമുള്ള ഫോട്ടോകൾ സമൂഹ മാധ്യമങ്ങളിൽ അവർ പങ്കുവച്ചിട്ടുണ്ട്. ഇക്കഴിഞ്ഞ മാർച്ച് 20 കൈതപ്പുറം പൊതുജന വായനശാലയ്ക്ക് പിറകിലുള്ള നിർമ്മാണത്തിലുള്ള പുതിയ വീട്ടിൽ വെച്ച് രാധാകൃഷ്ണൻ വെടിയേറ്റ് മരിച്ചത്. മിനിയുമായി സന്തോഷിന് സൗഹൃദമുണ്ടായിരുന്നുവെന്നും ഈ സൗഹൃദമാണ് കൊലപാതകത്തിന് കാരണമെന്നും തുടക്കത്തിൽ തന്നെ പോലീസ് കണ്ടെത്തി. ദീർഘകാലമായി മിനി നമ്പ്യാർ പ്രതി സന്തോഷുമായി അടുപ്പത്തിൽ. ചെറിയ അടുപ്പമൊന്നുമായിരുന്നില്ല ഇരുവർക്കുമിടയിൽ. പല സ്ഥലങ്ങളിൽ വെച്ച് ഇരുവരും തമ്മിൽ പലപ്പോഴും കണ്ടുമുട്ടി. ഇപ്പോഴിതാ കേസിൽ അറസ്റ്റിലായ രാധാകൃഷ്ണന്റെ ഭാര്യ മിനി നമ്പ്യാരുടെ ജയിലിലുള്ള ജീവിതം ദുരന്തപൂർണമാകുന്നു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഇതുവരെ അവർ തിളങ്ങി നിന്നിരുന്നു.
പാർട്ടി പ്രവർത്തനങ്ങളിലൊക്കെ സജീവമായി പങ്കെടുത്തിരുന്നു. എപ്പോഴും ഒരുപാട് സുഹൃത്തുക്കൾക്കൊപ്പം ആടിപ്പാടി നടന്നിരുന്ന മിനി നമ്പ്യാർ ജയിലിലെ സെല്ലിനുള്ളിൽ മുഖം കുനിച്ചിരിക്കുന്നു. ജയിലിൽ ആരോടും അവർ ഒട്ടും സംസാരിക്കുന്നില്ല എന്നാണ് ജയിൽ അധികൃതർ തന്നെ സൂചിപ്പിക്കുന്നത്. സന്തോഷുമായുള്ള ബന്ധത്തിന്റെ പേരിൽ രാധാകൃഷ്ണൻ പലപ്പോഴും മിനി നമ്പ്യാരെ ചോദ്യം ചെയ്തു. രാധാകൃഷ്ണനെ നാട്ടുകാർക്കും വീട്ടുകാർക്കുമൊക്കെ വലിയ കാര്യമാണ്. ആർക്ക് എന്താവശ്യമുണ്ടെങ്കിലും അവിടെ രാധാകൃഷ്ണൻ ഓടിയെത്തും. കുടുംബജീവിതത്തിലും വലിയ മൂല്യങ്ങൾ കൽപ്പിച്ചിരുന്നു രാധാകൃഷ്ണൻ. ഭാര്യയെ വലിയ കാര്യമായിരുന്നു. എന്നാൽ സന്തോഷമൊത്തുള്ള ഭാര്യയുടെ ഇടപാടുകൾ രാധാകൃഷ്ണനെ ചൊടിപ്പിച്ചു. ഭർത്താവ് തന്നെ മർദ്ദിച്ചു എന്നടക്കമുള്ള കാര്യങ്ങൾ സന്തോഷിനെ ധരിപ്പിക്കുകയായിരുന്നു ഭാര്യ മിനി നമ്പ്യാർ ചെയ്തത്. ഇതിൻ്റെ പകയാണ് സന്തോഷ് തീർത്തത്. തൂക്കുമായി നിൽക്കുന്ന ഫോട്ടോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നു. എൻ്റെ പെണ്ണിനെ തൊട്ടാൽ എന്ന മട്ടിലുള്ള മുന്നറിയിപ്പുകൾ. മിനിക്ക് രാധാകൃഷ്ണനോടുള്ള പകയാണ് സന്തോഷ് തീർത്തത് എന്ന് വ്യക്തം. ഇതാണ് പോലീസിന്റെ ഒടുവിലത്തെ കണ്ടെത്തൽ. സന്തോഷ് പിടിയിലകപ്പെട്ടാൽ താനും കൊടുക്കുമെന്ന് മിനി തുടക്കം മുതൽ ഭയപ്പെട്ടിരുന്നു. അതിപ്പോൾ സംഭവിക്കുകയും ചെയ്തു. എന്നാൽ മിനിയുടെ പങ്കാളിത്തത്തെക്കുറിച്ച് യാതൊരുവിധ വെളിപ്പെടുത്തലുകളും പോലീസിന് മുന്നിൽ സന്തോഷ് നടത്തിയിരുന്നില്ല. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലുമൊക്കെ റീൽസിലൂടെ അറിയപ്പെട്ടിരുന്ന വ്യക്തിയാണ് മിനി നമ്പ്യാർ. സിനിമാ രംഗങ്ങൾ കോർത്തിണക്കി ഭർത്താവുമൊത്തുള്ള പ്രണയരംഗങ്ങൾ റീൽസുകളാക്കി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുകയായിരുന്നു മിനി നമ്പ്യാരുടെ വലിയ വിനോദം. വെറും ഫേസ്ബുക്ക് പ്രണയം മാത്രമായിരുന്നു സന്തോഷമായി മിനിക്കുണ്ടായിരുന്നത്. തുടക്കത്തിൽ ഫേസ്ബുക്കിൽ വന്ന കുറിപ്പിൽ ഒരു ലൈക്ക് അടിക്കുന്നു. പിന്നീട് സന്തോഷ് മിനിയെ ഫോണിൽ വിളിക്കുന്നു. ഇരുവർക്കുമിടയിൽ പ്രണയം മുട്ടിടുന്നു. പുതിയ വീടിന്റെ നിർമ്മാണം സന്തോഷിന് നൽകിയ ചതി രാധാകൃഷ്ണൻ മനസ്സിലാക്കിയതോടെയാണ് ഇരുവർക്കുമിടയിൽ വലിയ വഴക്കുണ്ടാവുന്നത്. വഴക്കിനെ തുടർന്ന് മിനി അമ്മയോടൊപ്പം കൈതപ്പുറത്തെ വീട്ടിൽ താമസമാക്കി. ഇതാവട്ടെ സന്തോഷിന് സൗകര്യവും. ഈ വീട്ടിൽ പലപ്പോഴും സന്തോഷ് എത്തി മിനിയെ കാണാറുണ്ടായിരുന്നുവെന്ന് രാധാകൃഷ്ണൻ മനസ്സിലാക്കി. തുടർന്നാണ് രാധാകൃഷ്ണൻ വീണ്ടും മിനി നമ്പ്യാർക്ക് താക്കീത് നൽകുന്നത്. ഒപ്പം ചില BJP നേതാക്കളെ തന്റെ കുടുംബ പ്രശ്നങ്ങൾ ധരിപ്പിക്കുകയും ചെയ്തു. സന്തോഷ് ഭർത്താവിനെ കൊല്ലുമെന്ന് മിനി നമ്പ്യാരെ അറിയിച്ചിട്ടും ഇക്കാര്യം പോലീസിൽ അറിയിക്കാനോ മുൻകരുതലുകൾ എടുക്കാൻ ഭർത്താവിനെ ഉപദേശിക്കാനോ തുടക്കം മുതൽ മിനി നമ്പ്യാർ ശ്രദ്ധിച്ചിരുന്നില്ല. രാധാകൃഷ്ണനെ തട്ടിക്കളയും എന്ന് സന്തോഷ് മിനിക്ക് വാട്സാപ്പ് സന്ദേശം അയച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തി. എവിടെ നിന്നോ വന്ന ഒരു കാമുകനു വേണ്ടി സ്വന്തം ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ കൂട്ടുനിന്ന കൊടും ചതി. അതാണ് മിനി നമ്പ്യാരുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. സന്തോഷ് പരസ്യമായി സമൂഹ മാധ്യമത്തിൽ തൂക്കുമായി നിൽക്കുന്ന ചിത്രവും അതിനിടയിൽ രാധാകൃഷ്ണനുള്ള മുന്നറിയിപ്പും. എൻ്റെ പെണ്ണിനെ തൊട്ടാൽ നിന്നെ തീർക്കുമെന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകളിട്ട് ഒടുവിൽ പോയിന്റ് ബ്ലാങ്കിൽ KK രാധാകൃഷ്ണനെ വെടിവെച്ച് കൊല്ലുന്ന സന്തോഷ്. അതിനേക്കാളൊക്കെ നമ്മെ ഭയപ്പെടുത്തുന്നത് സ്നേഹത്തിലൊപ്പം നിന്ന് പിന്നീട് ഭർത്താവിനെ ചതിക്കും കൊലയ്ക്കും വിട്ടുകൊടുത്ത ഭാര്യ മിനി നമ്പ്യാരുടെ ഈ ഇടപെടലുകളാണ്. ഒടുവിൽ ആ ക്രൂരത കേരളം തിരിച്ചറിയുന്നു. അവിടെയാണ് പോലീസിന്റെ വെളിപ്പെടുത്തലുകൾ കൂടുതൽ ദുരന്തമായി നമ്മുടെയൊക്കെ ഉള്ളിൽ വന്നു പതിക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.